ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ, യേശുവിലായതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ, യേശുവിലായതിനാൽ ഭാഗ്യവാൻ ഞാൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരസ്പരം തുണയായിരിക്കുന്നതിനു വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ വ്യവസ്ഥിതിയാണ് വിവാഹം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന ടെന്നിസിൻ്റെ വാക്കുകൾ പ്രസിദ്ധമാണ്. വിവാഹം ഭൂമിയിൽ തകരുന്നു എന്നത് ഇതിൻ്റെ മറുപുറമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട സഹിഷ്ണുത നഷ്ടപ്പെട്ട് പരസ്പരം പഴിചാരി കുടുംബജീവിതം അരോചകമാക്കുന്ന കാഴ്ചയാണ് എവിടെയും. ഭവനം നരകമാകുവാൻ വേണ്ടതെല്ലാം എല്ലായിടത്തും സമൃദ്ധിയായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് ഭവനത്തിൽ ഒരു സ്ഥാനവും നൽകുന്നില്ല എന്നതല്ലേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ക്രിസ്തു വസിക്കുന്ന ഭവനത്തിൽ സന്തോഷമുണ്ട്. ക്രിസ്തു വസിക്കുന്ന ഭവനം ദൈവാനുഗ്രഹം പ്രാപിക്കും. കുടുംബജീവിതം തകരാതെ ഇരിപ്പാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും നമുക്ക് ആലോചനകൾ നൽകുന്ന സങ്കീർത്തനമാണ് 128. ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ എന്തു ചെയ്യണം? 128 സങ്കീർത്തനം 1 വാക്യം, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടെ ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഒന്ന്, യഹോവയെ ഭയപ്പെടണം. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്തവൻ എന്ന. നമ്മുടെ എല്ലാ ആശ്രയസ്ഥാനവും മാറിപ്പോകും. എല്ലാം മാറിയാലും മാറ്റമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. മലാക്കി 3:6 പറയുന്നത് യഹോവയായി ഞാൻ മാറാത്തവൻ എന്ന. ഈ ദൈവത്തെ നാം ഭയപ്പെടണം. അതായത് പിതാവിനെ കാണുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന ഭയം, മക്കളിലെ ഈ ഭയം പിതാവിനുള്ള സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഭയം. അവനെ സ്നേഹിച്ച് അവനെ ഭയപ്പെടുന്നവർക്കാണ് യഹോവ അനുഗ്രഹം നൽകുന്നത്. 2, യഹോവയുടെ വഴികളിൽ നടക്കണം. യഹോവയുടെ വഴി വിശുദ്ധിയുടെ വഴിയാണ്. വിശുദ്ധിയിൽ നടന്ന വ്യക്തിയാണ് യോസഫ്. വിശുദ്ധനായ യോസഫിനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39:3 പറയുന്നത് യഹോവ യോസഫിനോടുകൂടി ഉണ്ടെന്ന് യോസഫിൻ്റെ യജമാനൻ പോത്തിഫേർ കണ്ടു എന്ന. യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ പറയണം, അല്ലാതെ കുട്ടിഘോഷിച്ചതുകൊണ്ട് കാര്യമില്ല. അതിന് ജീവിതം വിശുദ്ധമായിരിക്കണം. ശൂന്യമിലെ ധനികയായ സ്ത്രീ എലീശയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായി ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. യഹോവയുടെ വഴികളിൽ നടന്ന യോസഫ് നിമിത്തം പോത്തിഫേറിൻ്റെ ഭവനത്തെ യഹോവ അനുഗ്രഹിച്ചു. യഹോവയുടെ വഴി വിട്ടു നടന്ന എലീശയുടെ ഗ്രഹത്തെക്കുറിച്ച് പറയുന്നത് എലീശയുടെ കുടുംബം ശാപഗ്രസ്തമായി. ഒരേ ദിവസം തന്നെ എലീശയുടെ മക്കൾ 2 പേരും ഹോപ്നിയും ഫീനഹാസും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ ഏലി പടിക്കെട്ടിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. 1 ശമൂവേൽ 4, 10, 11, 18 വാക്യങ്ങൾ. പൂർണ്ണ ഗർഭിണിയായ ഫീനഹാസിൻ്റെ ഭാര്യ ഇവരുടെ മരണവിവരം അറിഞ്ഞ് വേദനയോടെ ഒരു മകനെ പ്രസവിച്ചു. മഹത്വം ഇസ്രായേലിന് വിറ്റുപോയി എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേര് വിളിച്ചു. 1 ശമൂവേൽ 4, 19 മുതൽ 22 വരെ. വിശുദ്ധ വഴിയിൽ കൂടി നടക്കാത്ത എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവം ഇതുതന്നെയാണ്. ദൈവവഴിയിൽ നടക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്തൊക്കെയാണ്? സങ്കീർത്തനം 128:3, ഭവനത്തിലെ അമ്മ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാകും. മുന്തിരിപ്പഴം ആശ്വാസവും സന്തോഷവും നൽകുന്നു. ഇതേ വിധത്തിൽ അമ്മ ഭവനത്തിലുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്നു. തക്ക കാലത്ത് ഫലം നൽകിയ ഒരു ഗൃഹനായികയായിരുന്നു നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ. 1 ശമൂവേൽ 25:1 മുതൽ വാക്യങ്ങൾ. നാബാലിൻ്റെ ഭോഷത്വം മൂലം ദാവീദ് നാബാലിൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തയ്യാറായി. ഇതറിഞ്ഞ അബീഗയിൽ ദാവീദിൻ്റെ അടുക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് യാചിക്കുകയാ. തക്ക സമയത്തുള്ള അബീഗയിലിൻ്റെ ഇടപെടൽ കുടുംബത്തിന് രക്ഷയായി തീർന്നു. കുടുംബത്തിലെ മുന്തിരിവള്ളിയായ അമ്മ കുടുംബത്തെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു.
2 സങ്കീർത്തനം 128:3 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കും. ഇവിടെ പറയുന്നത് മക്കൾ ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന്. ഒലിവ് തൈകൾ വളർന്ന് മധുരമുള്ള പഴങ്ങൾ നൽകുന്നത് പോലെ തലമുറകൾ ഭവനത്തിന് അനുഗ്രഹമാകും. തലമുറകൾ ഭവനത്തിന് മാത്രമല്ല ദേശത്തിനും അനുഗ്രഹമായി ഭവിക്കും. 3 സങ്കീർത്തനം 128:5 സിയോനിലെ അനുഗ്രഹം യെരൂശലേമിലെ നന്മയും പ്രാപിക്കും. സിയോനിലെ അനുഗ്രഹങ്ങൾ സ്വർഗീയ നന്മയും യെരൂശലേമിലെ നന്മകൾ ഭൗതിക അനുഗ്രഹങ്ങളും ആണ്. അതായത് ദൈവവഴിയിൽ നടക്കുന്നവർ ആത്മികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 128:4 വായിക്കുന്നത് യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന. എങ്ങനെ? ഭാര്യയിൽ കൂടി കുടുംബത്തിന് സന്തോഷവും സമാധാനവും ലഭിക്കും. മക്കൾ മുഖാന്തരം ഭവനവും ദേശവും അനുഗ്രഹം പ്രാപിക്കും. ദേശം ആത്മികമായും ഭൗതികമായും വളർച്ച പ്രാപിക്കും. ഈ നന്മകൾ പ്രാപിപ്പാൻ നമുക്ക് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കാം. കർത്താവേ, നിന്നെ സ്നേഹിച്ച് വിശുദ്ധിയുടെ വഴിയിൽ കൂടി നടക്കുവാൻ എന്നെയും എൻ്റെ ഭവനത്തെയും ഒരുക്കണമേ. ആമേൻ. ലോകത്തിൽ ഞാനൊരു പാപത്തിൻ ദാസനായി ജീവിച്ചിരുന്ന കാലത്തിൽ, ലോകത്തിൽ ഞാനൊരു പാപത്തിൻ ദാസനായി ജീവിച്ചിരുന്ന കാലത്തിൽ കർത്താവ് വിളിച്ചു തൻ പുത്രനായി തീർത്തതിനാൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ. കർത്താവ് വിളിച്ചു തൻ പുത്രനായി തീർത്തതിനാൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ. ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ യേശുവിനായതിനാൽ ഭാഗ്യവാൻ ഞാൻ.